മാര്യമോളെ, അപ്പു കല്യാണം കഴിക്കുന്നതോടെ തറവാട്ടിൽ നിന്ന് കഷ്ടാലങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുമെന്ന്. ആ, അത് മാത്രമല്ല മോളെ, കൂടോത്രക്കാരെ ഒഴിവാക്കാനേ മറ്റൊരു പുണ്യകർമ്മം കൂടി മന്ത്രവാദി ചെയ്തു തന്നു. ദേ നോക്കി, ജപിച്ച ഭസ്മ. ഇത് ഉള്ളിൽ ചെന്ന ഏത് വലിയ ഇത്തിൽക്കണ്ണി ഒഴിഞ്ഞു പോകുമെന്ന് അയാൾ പറഞ്ഞത്. ഇതിപ്പോ എങ്ങനെയാക്കെ കൊടുക്കുക? മോനെ, ദേ ഈ പ്രസാദം പൂജാമുറി കൊണ്ട് വെക്കേ, ചെല്ല്. എടി, ഈ വഴിപാട് കഴിച്ച പ്രസാദം ഇവിടെ ഇരിക്കല്ലേ, അതിൻ്റെ ആ തേലേക്ക് കൊടുക്കണം. ഉണ്ണിക്കുട്ടന്റെ പിറന്നാളായതുകൊണ്ട് അവൻ തന്നെ കൊണ്ടുപോയി പ്രസാദം കൊടുത്താൽ സംശയിക്കാതെ അവൾ കഴിക്കുകയും ചെയ്യും. ഇത് കഴിച്ചാ പിന്നെ അവൾ ഇവിടുന്ന് പോകുമെന്ന് മാത്രമല്ല, പോകുന്നിടത്തൊന്നും അവൾക്ക് ഒരു ഗതിയും പരഗതിയും ഉണ്ടാവുകയില്ല. ആന്റി, ഇന്ന് എന്താ വിശേഷം എന്നറിയോ? എന്താ? ഇന്നെനിക്ക് 9 വയസ്സാകുക. ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. മോന്റെ എല്ലാ പിറന്നാളിനും ആന്റി മോൻ എന്തെങ്കിലും വാങ്ങിത്തരാറുള്ളതാ. ഇത്തവണ മാത്രം ആന്റിക്ക് അതിന് കഴിഞ്ഞില്ല. എനിക്ക് ആന്റിയോട് പിണക്കമൊന്നുമില്ല. ആന്റി മാത്രമല്ല, എൻ്റെ അച്ഛനും എനിക്കൊന്നും വാങ്ങി തന്നില്ലല്ലോ. ഒന്ന് വിളിച്ചതുപോലുമില്ല. പിറന്നാളായിട്ട് എൻ്റെ പേരിൽ കഴിപ്പിച്ച വഴിപാടാ. ദാ, ആന്റി ഇത് മുഴുവനും കഴിക്കണം. പിന്നെ കഴിക്കാതെ ആന്റി ഇത് കളയോ? ആഹാ, ഉണ്ണിക്കുട്ടൻ പായസം ഇവിടെയും വിളമ്പിയോ? അമ്മമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയത് തന്നെ. അമ്മുമ്മ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ആന്റിക്ക് കൊണ്ട് കൊടുത്തത്. ഓ, ചമ്മിപ്പ്. മഞ്ഞുരുകി തുടങ്ങിയോ പള്ളിക്കൽ പത്മിനിക്ക്? മരുമോളോടുള്ള സമീപനം മാറാൻ നീ എന്ത് പ്രയോഗിച്ചത് മായമോളെ? അങ്ങനെ പായസം കുടിച്ച് രസിക്കണ്ട. മധുരമെന്ന് പറഞ്ഞല്ലേ എനിക്ക് ജീവനാ. പായസം മാത്രല്ല, ലഡു, ജിലേബി, ഹൽവ ഒക്കെ ഞാൻ ഒറ്റ ഇരിപ്പിന് തിന്നു തീർക്കും. മധുരം മാത്രമല്ല, മറ്റു പലതിനോടുണ്ട് നിനക്ക് ആർത്തി. അതെ, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. പലതിനോടും ആർത്തി കൊണ്ട് നടക്കുന്ന ഒരു ആർത്തിപ്പണ്ടാരാ ഞാൻ. എനിക്ക് വേണമെന്ന് തോന്നുന്നത് എന്തും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തന്റേടി. എന്റെ ഉണ്ണിക്കുട്ടൻ എനിക്ക് സ്നേഹത്തോടെ തന്ന പ്രസാദം അത്. മുഴുവൻ കുടിച്ചു തീർക്കാതെ അതിൽ അല്പമെങ്കിലും തരില്ല, ശകലം പോലും തരില്ല. ദേ, ഉണ്ണിക്കുട്ടൻ പറഞ്ഞത് കേട്ടല്ലോ, നിനക്ക് വഴിപാട് തരാൻ പറഞ്ഞത് പള്ളിക്കൽ പത്മിനിയാണെന്ന്. ചിലപ്പോ അതിലെന്തെങ്കിലും ഗൂഢോദ്ദേശം ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടായാലും എന്നെ അങ്ങ് വിളിക്കണമെന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. അങ്ങനെ പെട്ടെന്ന് എന്റെ മോൾ അങ്ങ് പോണ്ട. കാണാൻ കുറച്ച് പൂരം കൂടി ബാക്കിയുണ്ട്. അതൊക്കെ കൺകുളിർക്കെ കണ്ടിട്ട് പോയാ മതി കേട്ടോ. ഈ അമ്പലത്തിലെ വഴിപാടിന് ഒരു അസാധ്യ ടേസ്റ്റാ. മായയുടെ പങ്ക് കിട്ടി. ഇനി എന്റെ പങ്ക് ഞാൻ പോയി കഴിക്കട്ടെ.
എടോ, താനൊരു ഡോക്ടറാണെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ. അമ്മു പ്രായത്തിന്റെ വിവരക്കേട് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കണോ? എനിക്കൊന്നിനും കഴിയുന്നില്ല അച്ഛാ. ടെൻഷൻ ആവരുത്, ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്ന് മനസ്സിനെ ബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഹാർട്ട് ബീറ്റ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വൈ? അതിന് തക്കതായിട്ട് ഇവിടെ എന്താ ഉണ്ടായേ? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചത്. ശ്യാം, അതെ അച്ഛാ. കോടതിയിൽ കേസ് കഴിയുന്നവരെ എനിക്കിനി ശരിക്കും ഉറങ്ങാൻ കഴിയില്ല. എൻ്റെ ഉറക്കം കെടുത്തോളൂ. ആര്? നിലവിലുള്ള എൻ്റെ ഭാര്യ ഗായത്രി. അവളിന്ന് എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. എന്നിട്ട്? പിന്നൊരു വിലപേശലായിരുന്നു അമ്മുവളുടെ പേരിൽ. അവളുടെ ലക്ഷ്യം ഡിവോഴ്സ് മാത്രമല്ല അച്ഛാ, അമ്മുമോളെ അവൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അറത്തിട്ട അവിടുന്ന് എഴുന്നേറ്റ് വന്ന് രക്തം കുടിക്കുന്നതിനാ. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്റെ നാശത്തിനായ ചതിപ്രയോഗങ്ങൾ ഒരുപാടുണ്ടാവും അവളുടെ പക്കൽ. ഇനി എന്ത് ചതി ചെയ്യാനാ? ഒന്നും ചെയ്യില്ല. ചെയ്യാൻ അവൾക്ക് കഴിയില്ല. അമ്മുമോൾ അവളെ വെറുക്കുന്നിടത്തോളം കാലം അമ്മുവിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വേണ്ട ശ്യാം. അമ്മു വെറുക്കുന്നത് ഇപ്പോ അമ്മയാണോ അതോ അച്ഛനെയാണെന്നൊരു സംശയം. മകളെ നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ ഒരു അച്ഛനുണ്ടാകുന്ന സംശയം മാത്രമായത്. അമ്മു തന്നെ വിട്ടതൊന്നും പോകില്ല, എവിടേക്കും പോകില്ല. അവളുടെ പ്രാണവായു ഇപ്പൊ താനാ. ആ, ഹലോ വാവേ, പറയട കുട്ടാ. മമ്മി, ഞാൻ എവിടുന്നാ വിളിക്കുന്നേന്ന് മമ്മിക്ക് അറിയാമോ? മോള് പറയാതെ എങ്ങനെ മമ്മി അറിയുന്നേ? എന്നാലേ ബാത്റൂമിന്റെ അകത്തിരുന്ന. ഷോ, മമ്മിയോട് സംസാരിക്കാൻ മോൾ എന്ത് റിസ്കാ എടുക്കുന്നേ? എന്തായാലും മമ്മിക്ക് സന്തോഷായി. മോൾ എന്നെ വിളിച്ചല്ലോ. മൊബൈല് തന്നതി പിന്നെ മോടെ ശബ്ദം കേൾക്കാനായി ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും നേരം വിളിക്കാതിരുന്നപ്പോ. അമ്മോ, അമ്മോ, അമ്മോ. ഞാൻ ബാത്റൂമിലാച്ചാ, ദാ വരുന്നു. മോളെ കാണാതായപ്പോ അച്ഛനാകെ പേടിച്ചു പോയി. അയ്യേ, ഷെയിം ഷെയിം. അച്ഛന് ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ വന്നപ്പോഴാ മോളെ തല്ലേയും വഴക്ക് പറയുകയൊക്കെ ചെയ്തത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നെ അടിച്ചതിന്റെ അച്ഛനല്ലേ? എനിക്ക് ഒരു വിഷമമില്ല അച്ഛാ. അച്ഛനോട് ഒരു ദേഷ്യവും ഇല്ല. ആരോടാ മോളെ നീ ഇപ്പൊ സംസാരിക്കുന്ന കേട്ടത്? അമ്മു അവളെന്നെ വിളിച്ചു മമ്മി. ആരും കാണാതെ ബാത്റൂമിനകത്ത് കയറിയാ. എന്നിട്ട് എന്റെ മോൾ എന്തൊക്കെ പറഞ്ഞു? അധികം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല മമ്മി. അതിനിടയ്ക്ക് അവളുടെ അടുത്തേക്ക് ഏതോ നാശങ്ങൾ വന്ന് കയറിയെന്ന് തോന്നുന്നു. പെട്ടെന്നാ ഫോൺ കട്ടായത്. എന്നാലും അവള് നിന്നെ വിളിച്ചല്ലോ. നിന്റെ ശബ്ദം കേൾക്കാൻ അവൾക്ക് അത്രയ്ക്ക് കൊതിയുണ്ടെന്ന് അർത്ഥം. അതെ, മറ്റു കുട്ടികളെ പോലെ തനിക്കും മമ്മിയെ കിട്ടിയ സന്തോഷം അവക്ക്. അമ്മുമോളെ ഒന്ന് കാണണോന്ന് പറഞ്ഞപ്പോ അയാളുടെ ഫേസ് എക്സ്പ്രഷൻ ഒന്ന് കാണണമായിരുന്നു. മുഖത്ത് രക്തോട്ടം ഉണ്ടെന്ന് അപ്പോഴാ മനസ്സിലായത്. വെല്ലുവിളി നടത്തിയപ്പോ അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല അമ്മയും മകളും തമ്മില് ആത്മബന്ധത്തിലായ കഥ. ഇനി അതൊക്കെ അവൻ അറിയുന്നത് എപ്പോഴാണെന്നോ? അമ്മുമോളെ എന്നേക്കുമായി നഷ്ടപ്പെട്ട ശേഷം. എന്നാലും അതത്ര ഈസിയല്ല മമ്മി. ശ്യാം മോഹൻ മറ്റൊരുത്തെ വിവാഹം കഴിച്ചതാണ്. അവൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ശ്യാം മോഹന്റേതാണ്.
ഇതൊക്കെ ഞാൻ അമ്മൂനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും അവൾക്ക് ഡാഡിയോടുള്ള സ്നേഹത്തിന് ഒരിടിവും സംഭവിച്ചിട്ടില്ല. ഡാഡിയെ നഷ്ടപ്പെടുന്നതൊഴിച്ച് മറ്റെന്തും അവള് ചെയ്യും. ചെയ്തോട്ടെ. എങ്കിലും കോടതിയില് അവള് നമുക്കൊപ്പം വരണമെന്ന് പറയുമല്ലോ. ആ, അത് പറയും, ഉറപ്പാണ്. പക്ഷെ ആ ദിവസം വരെ ഈ ഡ്രാമ ആരോരും അറിയാതെ കൊണ്ടുപോകണം നമ്മൾ. എവിടെയെങ്കിലും ഒന്ന് പിഴച്ച എന്റെ കുഞ്ഞിനെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം. എന്നുവച്ചാ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ശ്യാമോഹന്റെ മുമ്പിൽ തോൽക്കുമെന്ന്. പുരുഷന് മുന്നിൽ അടിയറവ് പറഞ്ഞ പാരമ്പര്യം നമുക്കില്ലേ ഗായത്രി? നിന്റെ ഡാഡി എനിക്കൊപ്പം ഇത്രയും നാൾ ഒന്നിച്ചു കഴിഞ്ഞെങ്കിൽ അതിന് കാരണം അങ്ങേരുടെ അനുസരണാശീലമാണ്. പെണ്ണിനെ അനുസരിക്കാൻ വയ്യാത്തവന് ഇരുട്ട തടി കിട്ടിയേ മതിയാവൂ. അതിന് ഈ മമ്മിയുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ ഭഗീരഥൻ ഉഗ്ര തപസ് അനുഷ്ഠിച്ചു. തപസ്സിനൊടുവിൽ ഗംഗാദേവി ഭഗീരഥന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഗംഗാദേവി ഭഗീരഥനോട് എന്താ പറഞ്ഞെന്നറിയോ? ഇല്ല. ഹാ, എന്റെ ശക്തി ഭൂമിക്ക് താങ്ങാൻ കഴിയില്ല, ശിവന് മാത്രമേ എന്റെ ശക്തി താങ്ങാൻ കഴിയൂ എന്ന്. അങ്ങനെ ഭഗീരഥൻ വീണ്ടും തപസ് ആരംഭിച്ചു. അതെന്തിനാ അപ്പൂപ്പ? ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ. എന്നിട്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ടോ? ഉം. ഒരു പാഴ്സലുണ്ട്. ആർക്കാ? ഉണ്ണിക്കൊട്ടനാ. ആ, ഇവിടെ. ഇവനാരാ ഇപ്പോ? നോക്കട്ടെ. ഫ്രം അഡ്രസ് ഒന്നും വെച്ചിട്ടില്ല. ഹായ് കാറ്. ഉണ്ണിമോനെ, മോൻ അച്ഛൻ്റെ പിറന്നാൾ ആശംസകൾ. മോൾക്കും അച്ഛൻ്റെ 1000 ചുംബനങ്ങൾ. അധികം വൈകാതെ നേരിൽ കാണാം. മക്കളെ ഓർമ്മിച്ചുകൊണ്ട് അച്ഛൻ നിർത്തട്ടെ. എന്താ മോളെ ഇത്? കണ്ണി കണ്ടവളുമാരെയൊക്കെ കല്യാണവും കഴിച്ച് അവക്ക് പ്രസവ ശുശ്രൂഷയും ചെയ്യുന്നതിനിടയില് മക്കൾക്ക് അച്ഛന്റെ വക ഒരു ചടങ്ങ് തീർക്കല്. കുറ്റബോധം കാരണം ഉള്ളിൽ നീറുമ്പോ ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്ന അയാളുടെ കുമ്പസാരവാ ഈ കത്തും പിറന്നാൾ സമ്മാനമൊക്കെ. മോളെ, നീ കഥ അറിയാതെ ആട്ടം കാണുകയാണ്. ആണോ? ഹ, ഓ, ഏതായാലും കഥയറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടായല്ലോ, സന്തോഷമായി. അനന്തരം പാരിതോഷികം അയച്ചപ്പോ ഇദ്ദേഹത്തിന്റെ ഉള്ളവങ്ങ് നിറഞ്ഞു. അത്രയ്ക്ക് സ്നേഹമാണ് അവനോടെങ്കിലേ മേൽവിലാസവും വീടും ഒക്കെ തിരക്കി പിടിച്ച് വെച്ചോ. അധികം വൈകാതെ അനന്തരോളം പിടിച്ചോണ്ടിറങ്ങാം.